ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കരുത്തേകി തിരുവനന്തപുരത്ത് സ്വർണ്ണകമലം വിടർന്നു. ബിജെപി സാംസ്കാരിക സെല്ലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് സ്വർണ്ണകമലം. സിനിമ, സാംസ്കാരികം, നാടകം, രചന തുടങ്ങി വിവിധ മേഖലകളിലുള്ള പ്രമുഖരാണ് സംഘടനയിലുള്ളത്. തിരുവനന്തപുരത്ത് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെയും ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി മുരളീധരന്റെയും പ്രചാരണത്തിന് കൂടുതൽ ശക്തി പകരുകയാണ് സ്വർണ്ണകമലം എന്ന സാംസ്കാരിക സംഘടന. എൻഡിഎയ്ക്കും സ്വർണ്ണകമലത്തിനും പിന്തുണ നൽകി വിവിധ മേഖലകളിലെ നിരവധി പ്രമുഖരാണ് തിരുവനന്തപുരത്തെത്തിയത്. ഭാരതത്തോടൊപ്പം കേരളവും കുതിക്കണമെന്നും സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിനിധികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും ചലച്ചിത്ര നിർമ്മാതാവും ജനൻ ടിവി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ പറഞ്ഞു. ഭാരതം കുതിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുതിക്കുന്ന ഭാരതത്തിനോടൊപ്പം കേരളം കുതിക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി ബിജെപി അധികാരത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. കേരളത്തിൽ നിന്ന് ആൾക്കാർ വേണം. ഇവിടുന്ന് എണീറ്റ് മുണ്ടെടുക്കാനായിട്ട് അഴിഞ്ഞു പോകുന്ന മുണ്ടെടുക്കാനായിട്ട് എണീറ്റ് നിൽക്കുന്ന എംപിമാരല്ല നമുക്ക് വേണ്ടത്. ശക്തമായ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് കേന്ദ്രത്തിൽ ആള് വേണം. നമ്മൾ ലോക്സഭയിൽ വേണം, രാജ്യസഭയിൽ വേണം. ആവേശമാർന്ന പ്രചാരണത്തോടെ എൻഡിഎയ്ക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിച്ചതായി ബിജെപി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി രാജേഷും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് എൻഡിഎയുടെ കൂടെ നിൽക്കുന്നതിനൊപ്പം സാംസ്കാരിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയാണ് സ്വർണ്ണകമലം രൂപീകരിച്ചത്. ചടങ്ങിൽ ചലച്ചിത്രകാരനും സ്വർണ്ണകമലം ചെയർമാനുമായ വിനു കിരിയത്ത്, ബിജെപി നേതാക്കളായ പ്രൊഫസർ വി ടി രമ, JR പത്മകുമാർ, വി ശിവൻകുട്ടി, പാലോട് സന്തോഷ്, ചലച്ചിത്ര താരങ്ങളായ കൊല്ലം തുളസി, വിവേക് ഓപൻ, ജലജ, നാടകാചാര്യൻ പരമേശ്വരൻ കുര്യാത്തി തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖർ സംബന്ധിച്ചു. ജനം, തിരുവനന്തപുരം.